മറ്റൊരു കാര്യം, ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഫിത്ന വന്നാൽ സകലരും ഇറങ്ങി സംസാരിക്കും. എന്താണ് പറയുന്നത് എന്ന് യാതൊരു ബോധവും ഉണ്ടാവില്ല. സംസാരിക്കാൻ ഒരർഹതയുമില്ലാത്ത ആളുകളായിരിക്കും പലപ്പോഴും. സംസാരിക്കാൻ അർഹതയുള്ള ആളുകൾ തന്നെ മൗനം പാലിക്കുന്ന സന്ദർഭമാണെന്ത്? ഫിത്നയുടെ കാലഘട്ടം. പലപ്പോഴും സലഫ് സ്വാലിഹീങ്ങളിൽ, സഹാബികളിൽ വരെയും പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ഫിത്ന വരുമ്പോൾ മാറി നിൽക്കുകയാണ്, സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ പല പല ഫിത്നകൾ വരുമ്പോഴും ആളുകൾ പലതും സംസാരിക്കുന്നു, എടുത്തു ചാടുന്നു, ധൃതി കാണിക്കുന്നു, വിവേകം കൈക്കൊള്ളുന്നില്ല, ധൃതി കാണിക്കുന്നു, സാവകാശം കാണിക്കുന്നില്ല. ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കേണ്ട ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം, പക്ഷെ എന്നാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ചില സന്ദർഭങ്ങളിൽ പറയാൻ പാടില്ല എന്നാണ് നിയമം പഠിപ്പിക്കേണ്ടത്. പറയേണ്ട സത്യമായ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ അത് പറയുന്നത്, അതിനേക്കാൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ഫിത്നയെ തടയാനാണോ അതിനേക്കാൾ വലിയ ഫിത്നയായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക ഉണ്ടാവുക. എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഹഫിൾതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു